എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ക്രിസ്പ് ദൗത്യം. 1941 ഡിസംബറിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും പക്ഷം പിടിച്ച് ജപ്പാൻ ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചു. ഇൻഡോ ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ കൈയടക്കി മുന്നേറിയ ജപ്പാൻ സൈന്യം 1942 റെങ്കോണും പിടിച്ചെടുത്തു. ഇതോടെ യുദ്ധം ഇന്ത്യയുടെ പടിവാതിൽക്കൽ എത്തുകയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അപകടത്തിലാകുകയും ചെയ്തു. ജപ്പാന്റെ വിസ്മയകരമായ മുന്നേറ്റം ബ്രിട്ടീഷുകാരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെ ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൻ്റെ യുദ്ധസംരംഭങ്ങളിൽ ഇന്ത്യക്കാരുടെ സഹായം ഇതോടെ അത്യാവശ്യമായി വന്നു. ഈ സാഹചര്യത്തിൽ ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘം 1942 മാർച്ചിൽ ഇന്ത്യയിലേക്ക് അയക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് അനുഭാവം പുലർത്തിയിരുന്ന ക്രിസ്പ് ബ്രിട്ടനിലെ യുദ്ധകാല മന്ത്രിസഭയിലെ അംഗമായിരുന്നു. യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹകരണം നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിൽ കഴിയുന്നത്ര വേഗത്തിൽ സ്വയംഭരണം നടപ്പിലാക്കുകയാണ് ബ്രിട്ടന്റെ നയമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തി അതിനുശേഷം അദ്ദേഹം താഴെ പറയുന്ന നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വച്ചു. യുദ്ധം അവസാനിച്ചാൽ ഉടൻ തന്നെ ഇന്ത്യക്ക് പുത്രികാ രാജ്യപദവി നൽകും. യുദ്ധാനന്തരം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. അതിൽ ബ്രിട്ടനിലെയും നാട്ടുരാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തും. ഇത് തയ്യാറാക്കുന്ന ഭരണഘടന ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കും. ഏതെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ ഡൊമിനൻസിയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാനും അതിന് അധികാരമുണ്ടായിരിക്കും. യുദ്ധകാലത്ത് എല്ലാ അധികാരങ്ങളും വൈസ്രോയ് തന്നെ കൈയാളും. ക്രിസ്പ് ദൗത്യം പൂർണ്ണ പരാജയമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ക്രിസ്പിൻ്റെ നിർദ്ദേശത്തെ നിരാകരിച്ചു. ഭാവിയിലേക്കുള്ള ചില വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും ക്രിസ്പിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളെ പിൻതീയതി വച്ച ചെക്ക് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കാനോ അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറാനോ ഉള്ള വ്യവസ്ഥകളില്ലാത്തതിനാൽ കോൺഗ്രസ് ക്രിസ്പിൻ്റെ നിർദ്ദേശങ്ങളെ നിരാകരിച്ചു. പാകിസ്ഥാൻ വേണമെന്ന ആവശ്യപ്പെടാത്തതിനാൽ മുസ്ലിം ലീഗും അവയെ നിരാകരിച്ചു. ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിസ്പ് 1942 ഏപ്രിൽ 12 ഇന്ത്യ വിട്ടു. ക്രിസ്പിൻ്റെ ദൗത്യത്തിൻ്റെ പരാജയം വികലമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായി തീർന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ